ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കും. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസിക്കാണെങ്കിലും എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. ആഘോഷനാക്കാൻ പോകുന്നു 21 വയസ്സുകാരൻ ഒളിവിൽ. അതാണോ ഒളിച്ചു വെച്ചേക്കുന്ന 21 വയസ്സുകാരൻ? ഓക്കെ. അപ്പം മോഡലിനുള്ള ഒരു അവാർഡ് കൊടുത്തു. രേണുസുതി ഈ മോഡലിംഗ് ഫീൽഡിനെ പറ്റി മുമ്പ് എന്തെങ്കിലും പരിചയമുള്ള ഒരാളാണ്? ഒന്നുമില്ല, ഒരു പരിചയമുള്ള. ഹായ്, ഹലോ, ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും എന്തെടുക്കുന്നു? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ന്യൂ ഇയർ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ വീണ്ടും രേണുസുതി എടുത്തുകൊണ്ട് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ 2 ദിവസം നമ്മൾ ഇല്ലായിരുന്നു. 2 ദിവസം ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പം എന്താണ് രേണുസുതി ന്യൂ ഇയർ ആയിട്ട് എടുത്തതെന്നായിരിക്കും എല്ലാവരും അന്വേഷിക്കുന്നത്. എന്തിനാണ് ഈ രേണുസുതി വെറുതെ ന്യൂ ഇയർ ആയിട്ട് ഇങ്ങനെ എടുത്ത് നശിപ്പിക്കുന്നത് എന്ന് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനും കിടക്കട്ടെ. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് ഞാൻ എടുത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ സുധിലയം വീടിനെ കുറിച്ച് നിരന്തരമായിട്ട് രേണുവിന്റെ സുഹൃത്തുക്കളും ഇങ്ങനെ മാറി മാറി ഓരോരോ വിമർശനങ്ങളും പരാമർശങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്ഥലം കൊടുത്ത് ബിഷപ്പിനാണെങ്കിലും നമ്മുടെ വീട് വെച്ചു കൊടുത്ത് ഫിറോസിക്കലൊക്കെ ആണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിലും എവിടെയൊക്കെ അധിക്ഷേപിക്കാൻ പറ്റും അവിടെയൊക്കെ പല പല ഇന്റർവ്യൂകളിലും എല്ലാം കയറി ഇന്ന് രേണുസുതി ഇങ്ങനെ അവരെ ഇട്ട് മാക്സിമം ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിന്റെ പരിണത ഫലമായിട്ട് ഫിറോസിക്കയുടെ ആ കിട്ടുന്ന വർക്കിനെ ചുറ്റിപ്പറ്റി നിന്ന് നമ്മൾ സാധാരണക്കാരെ പോലെയുള്ള ഒത്തിരി മനുഷ്യർക്ക് കുടുംബത്തെ അരി വാങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ രേണുസുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഈ വർക്ക് കൊള്ളത്തില്ല എന്ന് കുറച്ചധികം ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കും. അത് കാരണം അദ്ദേഹത്തിന് പിന്നീട് നല്ല വർക്കുകളൊന്നും കിട്ടാതെ വരികയും അപ്പൊ ഈ ഫിറോസിക്കയുടെ വർക്കിനെ തുടർന്ന് അരി വാങ്ങിച്ച്, അതായത് ഈ പണി ചെയ്ത് ഇവരോടൊപ്പം ഈ കോൺട്രാക്ടർ വർക്ക് ഉൾപ്പെട്ടിരുന്ന പലർക്കും അങ്ങനെ പണിയൊന്നും കിട്ടാതെ ഒരുപാട് പ്രശ്നങ്ങളും ദുരന്തങ്ങളുമായ കാര്യങ്ങളൊക്കെ ഫിറോസിക്ക ഒരു നാള് ഫേസ്ബുക്ക് ലൈവ് വന്ന് നമ്മളോടൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു ന്യൂ ഇയർ ദിവസം എന്താണ് ഈ വിഷയം വീണ്ടും പൊടിതട്ടി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കിച്ചു ഉണ്ടല്ലോ, കിച്ചു 2-3 ദിവസത്തേക്ക് മുമ്പേ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൈവില് കുട്ടിയോട് കുറച്ച് ആൾക്കാർ ഈ വീടിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അവൻ ആ വീടിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അത് നിങ്ങളോട്ടും കൂടെ കുറച്ച് അത് ഷെയർ ചെയ്യണം, അത് അത്യാവശ്യമാണ്. അത് രേണുസുതിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു അടി തന്നെയാണ്. അപ്പം അവൻ അങ്ങനെ ഒരു മറുപടി പറഞ്ഞത് എന്തുകൊണ്ടും വളരെ നന്നായി മോനെ എന്ന് എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും അവന്റെ ആ ഒരു സംസാരവും പക്വതയാർന്ന ആ രീതി കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടന്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അവരുടെ വിയോഗത്തെ തുടർന്ന്, അമ്മയുടെ വിയോഗത്തെ തുടർന്ന് രേണുസുതി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ തുടർന്ന് കുറച്ച് കാര്യങ്ങളും പരാമർശങ്ങളും, അതായത് എന്താണ് അവള് കുറച്ച് ആളാകാൻ വേണ്ടിയാണ്, രേണുസുതി കുറച്ച് ആളാകാൻ വേണ്ടിയാണ് പോയെന്നൊക്കെ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ രേണുസുതിയുടെ ഇടയ്ക്ക്, അതായത് ബിഗ് ബോസ് എൻട്രിക്ക് മുമ്പ് രേണുസുതിക്ക് ഒരു റാം വാക്ക് ഉണ്ടായിരുന്നു. എന്താണ്, ഒരു മോഡലൊക്കെ ആയിട്ട് ഒരു സെറ്റ് സാരി ഒക്കെ എടുത്ത് മലയാളി മങ്കിയായിട്ടൊക്കെ. അപ്പൊ ആ റാം വാക്കില് രേണുസുതിക്ക് വിന്നറാകുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വിന്നറായതിനെ തുടർന്ന് ഒരാൾ ഇപ്പം അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതാണ് രേണുസുതി അത് പൈസ കൊടുത്തു വാങ്ങിച്ചതാണ്, ആ കോസ്റ്റ്യൂം അങ്ങനെ പൈസ കൊടുത്തു വാങ്ങിച്ചതാണ്, അല്ല രേണുസുതി അതിനുള്ള അർഹയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങൾ ഈ ന്യൂ ഇയറിന് ഒന്ന് ചർച്ച ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ഹൈപ്പ് മറക്കാതെ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോക്ക് വരാം. ആദ്യമായിട്ട് നമ്മൾ കിച്ചു പറഞ്ഞ എന്താണ് നമുക്കൊന്ന് കേട്ടു നോക്കാം. വെള്ളമടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ വീട് വെക്കാൻ സ്ഥലം സംഭാവന ചെയ്തവർക്കും ആ സ്ഥലം കൊടുത്ത ആൾക്കും ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയാം. ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കും. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഫിറോസിക്കാണെങ്കിലും എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവുമില്ല. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും. അപ്പൊ ഇവിടെ ഈ പയ്യൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിറോസിക്കായിട്ട് നമ്മളൊരു വിഷയമില്ല, ഇത് എന്റെ പേര് തന്ന ഒരു പ്രോപ്പർട്ടിയാണ്, എനിക്കൊരു വിഷയമില്ല, ഫിറോസിക്കാണ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് സംസാരിക്കാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് രേണു കുറച്ച് നാൾക്ക് മുമ്പ് കൂട്ടുകാരിയുമായിട്ട്, അതായത് ഇടവും പലപാട് 2 കൂട്ടുകാരികളുണ്ടായിരുന്നു, ഒന്ന് സജിനയും പിന്നെ ഒന്ന് നരന്ത് പെണ്ണും. അപ്പം അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരുപാട് ആക്ഷേപിച്ചായിരുന്നു ഈ വീടിനെ പറ്റി. അത് മാത്രമല്ല ശാരികയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എന്തുമാത്രം അനാവശ്യമാണ് പറയുന്നത്. നമ്മളും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. രേണുവിന് എന്താണ് ഇതിന് പറയാനുള്ള യോഗ്യത? ഇത് പറയാനുള്ള യോഗ്യത ആരാണെന്ന് വെച്ചാൽ കിച്ചുവും നമ്മുടെ ഋതപ്പനുമാണ്. ഋതപ്പൻ കുഞ്ഞായാണ്, അവൻ മൈനറാണ്. അപ്പം മേജർ കിച്ചുവിന് പറയാം. അപ്പൊ എത്ര നാളും എന്താണ് കിച്ചു ഒരു മറുപടി പറയാത്ത നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ അടുത്തിടെ കിച്ചു ഇതുപോലെ ലൈവിൽ വന്നിട്ട് പറഞ്ഞത്. അതായത് ആരാണ്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ രേണുവിന്റെ ആ വെള്ളമടി സീൻ അല്ലേ, അത് കുറച്ച് വൈറലായിരുന്നു, ഞാൻ എന്താണ് മാജിക് മൊമെന്റ് ആണ് അടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അത് ആ ഒരു കാര്യം പരാമർശിച്ചപ്പോഴാണ് അതിനൊരു മറുപടി ആയിട്ടാണ് കിച്ചു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. എനിക്ക് തന്നെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതാണ് പക്വത. ആ കൊച്ചിന്റെ ഒരു പക്വത പോലും ഈ പെണ്ണുമ്പിള്ളക്ക് ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്കൊരു ദയനീയാവസ്ഥ തോന്നുന്നത്. അവന് വളരെ കറക്റ്റായിട്ടാണ് അതിന് മറുപടി കൊടുത്തത്. കാരണം നമുക്കൊരു ദാനം തന്ന ഒരു സാധനം, ആരെങ്കിലും ദാനം തന്ന പശുവിന്റെ വായിലെ പല്ലെണ്ണല്ലോ എന്നുള്ളൊരു ചൊല്ലുണ്ട്. അത് കിച്ചുവിന് നല്ല വ്യക്തമായിട്ട് അറിയാം. അവൻ അത് കീപ്പ് ചെയ്യുന്നുമുണ്ട്. അവൻ അതുകൊണ്ട് കറക്റ്റ് സമയത്ത് ഇപ്പൊ ഒരു മാന്യമായിട്ട് ഒരു പ്രതികരണമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷം. രേണുവിന്റെ അടപ്പിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ പരം ഇനി രേണുവിന് എന്തെങ്കിലും പറയാനുണ്ട്. അപ്പം അവൻ പറയാതെ പറയാണ് ഇനി അമ്മയാണെങ്കിലും രേണു ആണെങ്കിലും അവൻ എന്താണ് വിളിക്കുന്ന തരത്തിൽ എപ്പോഴും അമ്മ മകൻ ബോണ്ടിലാണ് അവരെ നമ്മളെ കാണാറുള്ളത്. അപ്പൊ ഇനിയല്ലേ അമ്മ വായടച്ച് മിണ്ടാതിരിക്കണം എന്ന് അവൻ പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ. ഇത് കണ്ടിട്ട് രേണു ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ ഇതോട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം, നമ്മളാണ് ചെയ്തത്. അവരുടെ തന്നെ ഉത്തരവാദിത്തം പറഞ്ഞാൽ ഉത്തരവാദിത്തമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും
അങ്ങനെ വെച്ചുതരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തത്. ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്നത് നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നമ്മുടെ ഉള്ള കാര്യമാണ്. നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണം, നമ്മൾ ഉത്തരവാദിത്വമാണ്. അണ്ണാക്കി കൊടുക്കാന്ന് പറഞ്ഞ രേണുവിന്റെ അണ്ണാക്കി തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈ പറ നാണക്കേട് വേറൊന്നുമില്ല. കിച്ചുവിന്റെ വായി തന്നെ കേട്ടു. കാരണം അത് വളരെ നല്ല വീടാണ്. അവന്റെ പ്രായത്തിലുള്ള 10-21 വയസ്സുള്ള പിള്ളേരാണ് പുറകെ ഇരിക്കുന്നത്. ആ പിള്ളേർ വരെ പറയുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമുക്കറിയാം ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ച് അവിടെ ഒരു വീട് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമില്ല. ചുളിവിലൊരു സാധനം കിട്ടിയതാണ് രേണുവിന് അതിന്റെ മൂല്യം എന്താണെന്നും അറിയത്തില്ലാത്തത്. അതുകൊണ്ടാണ് ഇതുപോലെ കടന്ന് ഇങ്ങനെ ആക്ഷേപിക്കുന്നത്. അപ്പം ഈ കിച്ചു ഇവൻ പറഞ്ഞാണ് കറക്റ്റ്. അവൻ തല മറന്ന് എണ്ണ വെക്കുന്ന ആളല്ല. അവന് കുറച്ച് അന്തസ്സും അഭിമാനമുണ്ട് രേണുവിനെ പോലെയല്ല. അപ്പൊ അവൻ ആ ഉള്ള കാര്യം പറഞ്ഞു. കാരണം അങ്ങനെ ഒരു അവസരത്തിൽ ഒരു കിടക്കാൻ കൂര പോലും ഇല്ലാത്ത ഒരു അവസരത്തിൽ അങ്ങനെ ഒരു വീട് തന്നത് വളരെയധികം നല്ല കാര്യമാണ്. അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അതിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നൂവരെ ആക്കണം എന്നാണ് ഇവിടെ കിച്ചു പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് രേണുവിന് ഇനി കുറച്ചെങ്കിലും ഉളുപ്പ് ഉണ്ടോ അറിയത്തില്ല. ഇനിയും ഇതിന്റെ വാല് പിടിച്ച് വരുമെന്ന് അറിയില്ല. ഇനി അഥവാ എന്തെങ്കിലും ഉളുപ്പിന്റെ ഒരു അംശം ബാക്കി ഉണ്ടെങ്കിൽ ഇനി ആ വീടിനെ കുറിച്ച് രേണു മിണ്ടാൻ അർഹയല്ല. ഇനി ഇത് കേട്ടിട്ടും രേണു മിണ്ടാതിരിക്കണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഇതാണ് കിച്ചുവിന്റെ ഭാഗത്തുനിന്ന് വന്ന വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു മറുപടിയാണ്. വളരെ നന്നായിന്നേ പറയാനുള്ളൂ. ഇനിയിപ്പം അപ്പൊ ഇതിനപ്പുറം ഒരു അഭിപ്രായം ഒന്നും പറയില്ല. എന്നിട്ട് ഇവൻ ഇത് ഫിറോസിക്കായ വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഫിറോസിക്കതിനകത്ത് പുള്ളി അവതരിപ്പിക്കുന്നത്. അപ്പം അവൻ എന്നും അവന് ആ കടപ്പാടുണ്ട് എന്നുള്ള ഒരു കാര്യം ഈ ഒരു ഡയലോഗിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ രേണു ഇനി സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് ദൈവത്തെ ഓർത്ത് ഇവരെ അപമാനിക്കരുത് എന്ന് ചിലപ്പം സ്വന്തം അമ്മ അല്ലാത്തതുകൊണ്ടായിരിക്കും ഈ കൊച്ചി ഇങ്ങനെ പറഞ്ഞത്. സ്വന്തം അമ്മമാരെങ്ങാനും ആണെങ്കിൽ ഒരു സ്വന്തം മകനും അമ്മയാണെങ്കിൽ ഇങ്ങനെ വരുള്ള തള്ള അടങ്ങി മര്യാദയ്ക്ക് ഇവിടെ എങ്ങാനും ഇരുന്നോണം, ഇനി മേലെ എന്നെ നാണം കിടക്കുന്ന പരിപാടിയായിട്ട് വന്നേക്കില്ല, അങ്ങനെ ഏതൊരു മകനാണെങ്കിലും പറയത്തുള്ളൂ. പക്ഷെ ഇവിടെ ഈ രേണു സുധി ഇവന്റെ സ്വന്തം അമ്മ അല്ലാത്തതുകൊണ്ടാണ് ഇവൻ വളഞ്ഞ ഒരു മറുപടി കൊടുക്കുന്നതെന്നാണ് നമുക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കറിയാലോ നമ്മുടെ അമ്മമാരോട് നമ്മൾ എങ്ങനെയായിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം വരുവാണ് നമ്മൾ അവരോട് കയർത്ത് തന്നെ പറയും. പക്ഷെ വേറൊരാളാണെങ്കിൽ നമ്മുടെ സ്വന്തം പെറ്റമ്മയല്ല എന്നൊരു നമ്മൾ അടുത്തുള്ള അയലക്കന്മാരെയൊക്കെ നമ്മൾ അമ്മയെന്നാ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആന്റിമാരെയൊക്കെ നമ്മൾ അമ്മയെന്നാ വിളിക്കുന്നത്. അവരോടൊക്കെ നമ്മൾ ഇച്ചിരി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ സംസാരിക്കുള്ളൂ. അത് അങ്ങനെ വരുള്ളൂ. അതുകൊണ്ടായിരിക്കും കൊച്ചി ഇങ്ങനെ ഒരു മറുപടി കൊടുത്തത്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് രേണുസുധി മനസ്സിലാക്കുക, ഇനി കൂട്ടുകാരികളെ കൊണ്ടുവച്ച് ഇങ്ങനെ പറയാതിരിക്കുക. അതാണ് വേണ്ടുന്നത്. ഇനി അടുത്ത പറയാനുള്ളത് രേണുസുധി കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ ലാലേട്ടന്റെ അമ്മ മരിച്ചപ്പോഴത്തേക്ക് ആ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പൊ വീഡിയോ ഇവിടെ വെക്കാം. അപ്പൊ അത് വളരെ ഒരു ചർച്ചയായിട്ടുണ്ടായത്. അത് എന്താണ് രേണുസുധി ഒരു ഹൈപ്പിന് വേണ്ടി പോയതാണ്, ഇച്ചിരി ആളാകാൻ വേണ്ടി പോയതാണ് എന്നൊക്കെ ഒരു കമന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് പേഴ്സണലി പറയാനുള്ള ചിലപ്പോൾ മേ ബി ആയിരിക്കും. പക്ഷെ ഒരാൾ മരിക്കുമ്പം പോകുന്നതിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒന്നും പരാമർശം നടത്താൻ നമ്മൾ ആരുമല്ല. കാരണം നമ്മൾ വിളിക്കാതെ മരണം നമ്മളെ ആരും വിളിക്കാതെ കയറി ചെല്ലേണ്ട ഒരു ചടങ്ങാണ്. ഒരാൾ മരിച്ചെന്ന് അറിയാമെങ്കിൽ നമ്മൾ ആരും ക്ഷണിക്കാതെ കയറി ചെല്ലണം. അങ്ങനെയാണ് അതിന്റെ ആ ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പം ആ ഒരു മരണത്തിന് പങ്കെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊന്നും ഒരു ആക്ഷേപിക്കേണ്ട കാര്യങ്ങളോ അതിനകത്ത് ഇനി രേണുസുധി കുറ്റക്കാരി അങ്ങനെയൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിഗ് ബോസിലുള്ള സമയത്ത് ലാലേട്ടനെ അവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആളാണ് ലാലേട്ടൻ. അവർക്ക് മാത്രമല്ല എല്ലാവർക്കും അതെ. അപ്പം ഒരുപാട് ആൾക്കാർ ആ അമ്മയുടെ വിയോഗത്തെ തുടർന്ന് കാണാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിലൊരാൾ രേണുസുധി എത്തി. അതങ്ങനെ അങ്ങ് കണ്ടാൽ മതി. അതിൽ എല്ലാത്തിനും ഈ കയറി നെഗറ്റീവ് പറയാന്നുള്ളത് അത്ര ശരിയായ കാര്യമല്ല. രേണുസുധി വന്നു, കണ്ടു, അവര് ആ ദുഃഖത്തിൽ പങ്കുചേർന്ന് പോയി. ആ വളരെ നല്ല കാര്യം തന്നെ. പിന്നെ ഇനി അടുത്തൊരു കോൺട്രവേഴ്സി പറയാനുള്ളത് നമ്മൾ അന്ന് റാംബാക്ക് ഉണ്ടല്ലോ, റാംബാക്ക് രേണുസുധി എന്താണ് ചോദിച്ചു വാങ്ങിച്ചതാണെന്നുള്ള ഒരു പരാമർശം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പരാമർശമായിട്ട് ഒരു ആള് രംഗത്ത് വന്നിട്ടുണ്ട്. ആടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു പരിപാടിയിൽ രേണുസുധിക്ക് ബെസ്റ്റ് മോഡലിനുള്ള ഒരു അവാർഡ് കൊടുത്തു. രേണുസുധി ഈ മോഡലിന്റെ ഫീൽഡിനെ പറ്റി മുമ്പ് എന്തെങ്കിലും പരിചയമുള്ള ഒരാളാണ്? ഒന്നുമില്ല, ഒരു പരിചയമുള്ള ആളല്ല. ഫീൽഡ് എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അവർ ഫസ്റ്റ് ആണ് ഇങ്ങനെ ഷോയ്ക്ക് ഗസ്റ്റായിട്ട് വരുന്നത്. ഒരു കമ്പനി വിളിച്ചിട്ട് ഗസ്റ്റായിട്ട് വരുന്നത്. ഫസ്റ്റ് ടൈം വന്നു, അവാർഡും കൊടുത്തു. അതിനുശേഷം ബിഗ് ബോസിൽ എൻട്രിയും കിട്ടും. ഈ കോസ്റ്റ്യൂം തന്നെ രേണുസുധിയുടേത്. എക്സാർ ഞാൻ പറയട്ടെ, കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂമേ അല്ല രേണുസുധിയുടേത്. രേണുസുധി ആവശ്യപ്പെട്ട കോസ്റ്റ്യൂമാണത്. കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂം അല്ല. എക്സ്പോസ് കണ്ടന്റ് ആവശ്യപ്പെട്ടു രേണുസുധി. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോസ്റ്റ്യൂം ലിബ്ര മോഡലിംഗ് കമ്പനി രേണുസുധി കൊടുത്തത്. ബെസ്റ്റ് മോഡലിനുള്ള അവാർഡ് രേണുസുധി കിട്ടിയെന്ന് ഞാൻ പറയുന്നു. ഒരു പെജന്റ് ഷോ അറ്റൻഡ് ചെയ്ത ലേഡിയാണ് രേണുസുധി അല്ല. പിന്നെ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാനുള്ള കാരണം എന്താണ്? കമ്പനിയുടെ CEO ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ലിബ്ര മോഡലിംഗ് കമ്പനിയുടെ CEO ഇവിടെ ഉണ്ട്. വിളിച്ചു ചോദിച്ചു നോക്കും, മനസ്സിലാവും. ഇവിടെ രേണുസുധിക്ക് മോഡലായിട്ട് മുൻപരിചയമൊന്നുമില്ല. ഈ ഒരു സബ്ജക്റ്റില്, ഈ ഒരു വിഷയത്തില് എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് രേണുസുധി ചോദിച്ചു വാങ്ങിച്ചു എന്നുള്ള ഒരു പരാമർശമാണ് ഇവിടെ ഈ ഒരാൾ വന്ന് പറയുന്നത്. അത് എന്താണ്, അത് കഴിഞ്ഞ് അതിനുശേഷമാണ് രേണുസുധി കുറച്ചും കൂടെ കോൺട്രവേഴ്സി സൃഷ്ടിക്കുകയും എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു എന്നുള്ള കോൺട്രവേഴ്സി സൃഷ്ടിക്കുകയും പിന്നീട് ബിഗ് ബോസിലോട്ട് കയറി എന്നുള്ള ഒരു പരാമർശമാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊക്കെ അവരുടെ കാര്യമാണ്. അവർക്ക് കഴിവുണ്ടെങ്കിൽ, അവർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, അവർക്ക് എങ്ങനെ കളിക്കണം, എങ്ങനെ എറിയണം എന്ന് അറിയാമെങ്കിൽ അവരത് കാണിച്ചു കൊടുത്തില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കാരണം അവർക്ക് കളി അറിയാം. അതുകൊണ്ട് അവര് എറിഞ്ഞു കളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു കോൺട്രവേഴ്സി, അതായത് നെഗറ്റീവ് സൃഷ്ടിച്ച് കോൺട്രവേഴ്സി സൃഷ്ടിച്ച് അവർ എത്തേണ്ടടുത്ത് എത്തി. അതായത് ബിഗ് ബോസ് ആയിരുന്നു എയിം. അപ്പൊ ബിഗ് ബോസിലെത്തി. പക്ഷെ അവിടെ എങ്ങനെ നിൽക്കണമെന്നോ എങ്ങനെ കളിക്കണമെന്നോ അവർക്കറിയില്ല. അവിടെ ഈ സുധിച്ചേട്ടന്റെ കളി തന്നെ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ സുധിച്ചേട്ടൻ മാത്രം അല്ലല്ലോ, മറ്റു പലരും ഉണ്ട്. അപ്പൊ അവിടെ പിടിച്ചു നിൽക്കാൻ രേണുസുധിക്ക് പറ്റിയില്ല. അവിടുന്ന് നേരെ താഴെ ഇറങ്ങേണ്ടി വന്നു. എനിക്ക് പോണം. നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ പേനെ പെറുക്കി കൊന്നു. അതുപോലെ തന്നെ എന്നെ സുധിച്ചേട്ട
സെയിം പാറ്റേൺ. അപ്പം നമ്മളെല്ലാരും കണ്ടതാണ്. അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പോന്നു, വന്നു, തിരിച്ചിറങ്ങി ബാറി വെള്ളമടിച്ച് അടിക്കാൻ എന്താണ് ഡാൻസ് കളിക്കാൻ പോയി. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് വെള്ളമടി രേണു വരെ വന്നിട്ട് നിൽക്കുന്നു. അപ്പം വെള്ളമടി രേണുവിലോട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് പറയാനുള്ളത്, രേണു എന്ന് പറയുന്ന ഒരാളെ ഇഷ്ടംപോലെ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരിലോട്ട് ഞാൻ വെള്ളം അടിച്ചാൽ കുറച്ച് മാസാന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. കാരണം അത് കുറെ പേരിലോട്ട് ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്. ബുദ്ധിയില്ലാത്ത കുറെ അധികം ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ രേണുവിന്റെ അന്ധമായ ഫാൻസ് ആണ്. നമുക്ക് കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ അറിയാം. പക്ഷെ ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ രേണുവിന്റെ ഈ ഒരു സ്റ്റൈലിനെ ഫോക്കസ് ചെയ്ത് അവർ കുറെ ആൾക്കാർ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്. ബുദ്ധിയും വിവരമില്ലാത്ത കുറെ അധികം ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് അവര് കൊള്ളാലോ രേണു ഭർത്താവ് മറ്റേ സ്ത്രീ അവരെന്നെ സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സിങ് ചെയ്യുന്നു, അവർക്ക് പോകേണ്ടതെല്ലാം പോകുന്നു, അപ്പം വെള്ളമടിക്കുന്നു. ഇതൊക്കെ മറ്റു ചിലരിലോട്ടും ഒരു ഇതായിട്ട് ഒരു ഹൈപ്പും ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ആരും ഞാൻ വെള്ളം അടിക്കത്തില്ല കേട്ടോ. അപ്പം നമ്മൾ മോഡലൊക്കെ ആയാലും നമ്മൾ ആ പരിപാടിക്കൊന്നുമില്ല. അപ്പം ഇതുപോലുള്ള ഇൻഫ്ലുവൻസ്മാർ അല്ലെങ്കിൽ എന്താണ് ലാലേട്ടനെ പോലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മമ്മൂക്കയെ പോലുള്ള ആൾക്കാരോ അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് പബ്ലിക്കായിട്ട് വന്ന് പറയാം ഞാൻ വെള്ളമൊക്കെ അടിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെയൊക്കെ എന്തുവാണ് അല്ലേ? അപ്പം അത്രത്തോളൊന്നും ആയിട്ടില്ല. അപ്പൊ നമ്മൾ അവരോട് ഉപമിച്ചൊന്നുമല്ല. എന്നാൽ പോലും രേണുസുധിക്ക് അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവരെ പോലുള്ള ഒരു വ്യക്തി വന്നിട്ട് ഞാൻ വെള്ളം അടിക്കുന്നൊക്കെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അതൊക്കെ ഒരു സാമൂഹ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യാൻ പാടില്ല. അപ്പൊ രേണുസുധിക്ക് ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് കോൺട്രവേഴ്സി സൃഷ്ടിക്കുക, സ്വന്തം കാര്യം സ്വന്തം ഹൈപ്പ് സ്വന്തം കാര്യം സിന്തബ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്കൊന്നും നോക്കേണ്ട കാര്യമില്ലായിരിക്കും. അപ്പം അതും നമുക്ക് ഈ കൂടെ ഒന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നി. അപ്പം ഈ നമ്മളെപ്പോഴും പറഞ്ഞ പോലെ ഈ രേണുസുധിയെ കണ്ട ആരും ഇൻഫ്ലുവൻസ് ആകാൻ നിൽക്കരുത്. കാരണം ഒരുപാട് നെഗറ്റീവ് റീച്ച് കൂടെ വന്ന് നെഗറ്റീവ് മാത്രം ഫോക്കസ് ചെയ്ത് അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് വേറെ ഇഷ്ടംപോലെ വഴികളുണ്ട്. നമുക്ക് നേരായ വഴി വെട്ടി വരുന്നതാണ് നമുക്ക് എപ്പോഴും ബെറ്റർ എന്നാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് 21ാമത്തെ വയസ്സുകാരന്റെ കയ്യിൽ നിന്ന് പ്രഗ്നന്റ് ആയി ഞാൻ ഗർഭിണിയായി അടുത്ത കോൺട്രവേഴ്സി തരുവാന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറയുമ്പോൾ എന്ത് അഭിമാനത്തോടെയാണ് അവർ പറയുന്നത് അല്ലേ? അവർ തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ട് നോക്ക്. രേണുസുതി വീണ്ടും ഗർഭിണി, അബോർഷനാക്കാൻ പോകുന്നു 21 വയസ്സുകാരൻ ഒളിവിൽ. അതാണോ ഒളിച്ചു വെച്ചേക്കുന്ന 21 വയസ്സുകാരൻ? ഓക്കെ. അപ്പം റീച്ച് ഉണ്ടാകാനുള്ളവർക്ക് ഞാൻ കണ്ടന്റ് വരെ തന്നിട്ടുണ്ട്. നിങ്ങൾ വലിയൊരു തമ്പനായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്റെ ഈ ഒരു ഫോട്ടോ നല്ല ഈ ഒരു വർത്തമാനത്തിനൊക്കെ നമ്മൾ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? ഒരു വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരു കൾച്ചർ, അങ്ങനെ ഒരു കൾച്ചറാണ് രേണുസുധി ഇവിടെ പറഞ്ഞത്. എന്താണോ വലിയ കാര്യമാണെന്നൊക്കെയാണ്. അതൊക്കെ വളരെ മോശമാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മകനാണെന്ന് പറഞ്ഞ് നടക്കില്ല കിച്ചു. ആ കിച്ചുവിന് ഏകദേശം ഈ പ്രായമല്ലേ ഉള്ളൂ. അപ്പൊ അവന് 10 പേരുടെ മുന്നിൽ ഇറങ്ങി നിൽക്കേണ്ടതൊക്കെ അല്ലേ? പിന്നെ അവരുടെ വീട്ടുകാര്, പിന്നെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊല്ലം സുധി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ കൊല്ലം സുധിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യം എക്സ്പോസ് ആക്കിയതൊക്കെ തന്നെ ഈ രേണുസുധിയാണ്. പിന്നെ രേണുസുധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം സുധിയെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവര് നെഗറ്റീവ് റീച്ചിലൂടെ വന്നതാണെങ്കിലും കുറെ അധികം നേടി ജീവിതത്തിൽ. ഒന്നും കൊല്ലം സുധിയെ കൊണ്ടൊന്നും നേടാൻ പറ്റില്ല. പക്ഷെ ഇവര് എന്ത് കാണിച്ചിട്ടാണെങ്കിലും കുറെയൊക്കെ നേടി. അങ്ങനെ അവർക്ക് അഭിമാനിക്കാം കേട്ടോ. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതെങ്ങനെ നേടി എന്നുള്ളത് നമുക്ക് ഇവിടെ ചോദിച്ചിനുമാണ്. വട്ടറൈറ്റീസ് എന്തായാലും ആട്ടെ, അത് അവരുടെ കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആരെ ബലിയേട് കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് ഹൈപ്പ് മതി, എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ. അങ്ങനെ ഒരു നേട്ടത്തെ കുറിച്ച് അങ്ങനെ നമ്മൾ നേടിയെടുക്കണം, അങ്ങനെയെല്ലാം വെട്ടിപ്പിടിക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പൊ എനിക്ക് ഈ ന്യൂ ഇയറിൽ എനിക്ക് ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ എന്തെങ്കിലും നേടുകയാണെങ്കിൽ അത് നേരായ മാർഗത്തിലൂടെ ആകണം. അപ്പൊ നേരായ മാർഗത്തിലൂടെ നമ്മൾ നേടുമ്പോഴത്തേക്ക് അത് നമുക്ക് എന്നും റെസിസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ നമുക്ക് എന്നും അഭിമാനമായിരിക്കും. അതല്ല ഇതുപോലെ എന്താണ് മോശമായിട്ടുള്ള ഒരു നെഗറ്റീവ് റീച്ചിലൂടെ വന്ന് നെഗറ്റീവ് കാര്യങ്ങൾ സൃഷ്ടിച്ച് അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ഒരു ബ്ലാക്ക് മാർക്കായിട്ട് തന്നെ കടക്കുക തന്നെ ചെയ്യും. നമ്മൾ അത് എത്ര ഹൈപ്പിലെത്തിയാലും അത് സണ്ണി ലിയോൺ കണ്ടില്ലേ? സണ്ണി ലിയോൺ എന്താണ് വളരെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് ഒരുപാട് സമ്പാദിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്തൊക്കെ വന്നാലും ചില സമയത്തൊക്കെ അവര് നമ്മുടെ ഇന്ത്യ തന്നെയാണെങ്കിലും കേരളത്തിലാണെങ്കിലും പല പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് അവർക്ക് ചില സമയത്ത് തല താഴ്ത്തി നിൽക്കേണ്ട പല അവസരങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചെങ്കിൽ അവരൊരു തന്നെ അവർക്ക് എന്താണ് പലയിടത്തും അവർക്ക് പ്രവേശനമില്ല. അവരെപ്പോഴും ഒരു മോശം സ്ത്രീയായിട്ടാണ് കാണുന്നത്. അപ്പം അതാണ് നമുക്ക് എത്ര ഹൈപ്പിൽ വന്നാലും നമുക്ക് എത്ര പണം ഉണ്ടാക്കില്ല, അതിൽ കൂടെ നമ്മൾ എത്ര വലിയ നല്ല നല്ല കാര്യങ്ങൾ ചെയ്താലും ചിലയിടത്ത് നമ്മൾ തല താഴ്ത്തേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയോ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും വിഷ് യു ഹാപ്പി ന്യൂ ഇയർ. നന്നായിട്ട് അടിപൊളിയായിട്ട് ഈ വർഷം എല്ലാവർക്കും പോട്ടെ. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടവരെ ബൈ.